പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയോട് ഇടപെടാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ വിളിക്കുകയും ഇന്ത്യ 36 മണിക്കൂറിനുള്ളിൽ തങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്, ഏത് വിധേനയും ഇതൊന്ന് തടയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ച് നരേന്ദ്രമോദിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകണം. നരേന്ദ്രമോദി അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതായത് UN സെക്രട്ടറി ജനറലിന് കഴിയുന്നില്ല. അദ്ദേഹം പിന്നീട് നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംഭാഷണം നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പാക് പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സെക്രട്ടറി ജനറൽ ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തിരക്കായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുമതി കൊടുക്കാത്തത് കൊണ്ടാണോ, എന്തായാലും സെക്രട്ടറി ജനറലിന് സംസാരിക്കാൻ പറ്റുന്നത് വിദേശകാര്യമന്ത്രിയുമായിട്ടാണ്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയും യുദ്ധം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ആകെ മൊത്തം ഭയന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് 36 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 3 ദിവസം അതിനുള്ളിൽ ഇന്ത്യ നമ്മളെ ആക്രമിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്, ആക്രമണത്തെ ഏത് വിധേനയും ചെറുത്തു നിൽക്കും എന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ ചൈനയുടെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടാവുന്നതിനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, റഷ്യയോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. ഇന്ത്യ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത യോഗത്തിൽ ഇന്ത്യയുടെ സൈനിക മേധാവിമാര്, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഡിഫൻസ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി എന്നിവർ ചേർന്ന് നടത്തിയ അന്തിമ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു. മിലിറ്ററിക്ക് എന്ത് വേണമെങ്കിലും ആകാം, അതായത് ഒരു ഫ്രീ ഹാൻഡ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന പേരെടുത്ത് പറയുന്നില്ല. അതായത് ഇന്ത്യയുടെ ലക്ഷ്യം പാക് അധീന കാശ്മീർ തന്നെയാണ്. അതായത് പാക് അധീന കാശ്മീരിലുള്ള ഫെസിലിറ്റീസ് തകർക്കുക. അതിനും അപ്പുറം പാക് അധീന കാശ്മീരിലേക്ക് ഒരു സൈനിക നീക്കം നടത്താൻ ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ടോ എന്നത് നമുക്ക് അറിയില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. എന്തായാലും ആക്രമണം ഉറപ്പായും ഉണ്ടാകും. അത് നമ്മൾ ബാലാക്കോട്ട് കണ്ടതുപോലെ ആയിരിക്കില്ല. കുറെ കൂടി ശക്തമായ ഒരു ആക്രമണത്തിലേക്കായിരിക്കും ഇന്ത്യ പോവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. എന്തായാലും ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് തെളിവ് കിട്ടിയതായിട്ട് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രി അത്തദുള്ള തരാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഉന്നത പാകിസ്ഥാൻ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നതിന് ഇന്ത്യക്കും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയൽക്കാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷെ അയൽക്കാർ നമ്മളെ നിർബന്ധിച്ചാൽ, മറ്റു വഴികളില്ലാതെ വന്നാൽ, നിരന്തരമായിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ശിക്ഷിക്കേണ്ടതായിട്ട് വരുമെന്ന് സർസംഘചാലക് പറഞ്ഞതും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോ അടി ഉറപ്പായ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സാധാരണ രീതിയിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങളെക്കാൾ കൂടുതൽ കടുപ്പമേറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇത്തവണ പാകിസ്ഥാൻ നേരിടേണ്ടി വരികയാണ്. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അതിനേക്കാൾ ശക്തമായ പ്രതികരണങ്ങളായിരിക്കുമെന്നാണ് അവർ കരുതുന്നത്. ദേശീയ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുമുള്ള അത്തരം വാർത്തകൾ, ലൈവ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന്, സൈനിക ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇന്ത്യ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഊഹങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പാക് അധീന കാശ്മീരിൽ ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിലേക്ക് ഇന്ത്യൻ സൈന്യം കൂടുതൽ ഒരു സൈനിക നീക്കം നടത്തുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണമാണോ പദ്ധതി ഇടുന്നത്, ആർക്കും അറിയില്ല. അത് നടന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും ഒന്നുറപ്പായി കഴിഞ്ഞു, പാകിസ്ഥാനെ തിരിച്ചടിച്ചിരിക്കും ഇന്ത്യ. മാത്രമല്ല പാകിസ്ഥാനും അത് വ്യക്തമായിട്ടുണ്ട്. തിരിച്ചടി തടയാൻ അതിനിപ്പോൾ ഐക്യരാഷ്ട്ര സമിതിയുടെ സെക്രട്ടറി ജനറൽ വിചാരിച്ചാലും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.